Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്ന ഉദ്യോഗസ്ഥ നടപടികളിൽ പ്രതിഷേധം. CITUവിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ജോയിന്റ് RTO ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്കമാലി ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മീറ്റർ സീലിംഗിന് അങ്കമാലിയിൽ സൗകര്യമൊരുക്കുക, ഫിറ്റ്നസ് ദിനങ്ങളുടെ എണ്ണം കുറച്ച നടപടി പിൻവലിക്കുക, ഓട്ടോറിക്ഷ തൊഴിലാളികളോടുള്ള ഉദ്യോഗസ്ഥരുടെ ശിക്ഷാ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU ആണ് ധർണ സംഘടിപ്പിച്ചത്. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് മാർച്ച് ആരംഭിച്ചു. മിനി സിവിൽ സ്റ്റേഷനിലെ അങ്കമാലി ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ധർണാ സമരം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KP ശെൽവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറിയാൽ പോലും അത് ആ മാറ്റം ഉൾക്കൊള്ളാൻ ഈ രംഗത്തെ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് ആകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് കേരളത്തിലൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. ആ ഗവൺമെൻറ് ഒരു തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി എപ്പോഴും ശ്രമിച്ചു വരുന്നൊരു ഗവൺമെൻറ്റാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷ രംഗത്തെ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ അനുഭവം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഈ കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ 14 ജില്ലകളിലെയും തൊഴിലാളികളോട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അതൊരു പുതിയ അനുഭവമായിരുന്നു. ഓട്ടോറിക്ഷ രംഗത്തെ തൊഴിലാളികളോട് അവർ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളികളോട് ചോദിച്ചു, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അത് പരിഹരിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമീപനമുണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത്, ഇതെല്ലാം ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥ മേധാവികൾ മനസ്സിലാക്കി. നിങ്ങൾ എത്രമാത്രം ആ നിലയിൽ തൊഴിലാളി വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാലും അതിനെയെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നൊരു സംവിധാനമാണ് കേരളത്തിൻ്റെ ഭരണം. യൂണിയൻ ഏരിയ പ്രസിഡന്റ് MT വർഗീസ് അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി PV ടോമി, എൽദോ ഡേവിസ്, ജിജോ ഗർവാസിസ്, സജി വർഗീസ്, TY ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി.